കഴിഞ്ഞ ദിവസം വിദ്യാലയത്തിൻ്റെ മട്ടുപ്പാവിൽ ഞങ്ങൾ കൃഷി ചെയ്യുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറച്ച് പ്രവർത്തനങ്ങൾ ചെയ്തിരുന്നു. നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പോൾ ഇന്ന് അതിൻ്റെ ബാക്കി പ്രവർത്തനം എന്ന നിലയിൽ നമ്മൾ സിലിണ്ടറുകളിൽ നിന്ന് നിക്ഷേപിച്ചിട്ടുള്ള മണ്ണ് ഒരു സ്ഥലത്ത് കൂട്ടിയിട്ടുണ്ട്. ആ മണ്ണിൽ എല്ലുപൊടിയും ചാണകപ്പൊടിയൊക്കെ മിക്സ് ചെയ്തിട്ട് ഈ കാണുന്ന സിലിണ്ടറുകളിൽ അത് റീഫില്ല് ചെയ്യും. അതിനുശേഷം എൻ്റെ ബാക്കിൽ കാണുന്ന ഈ സ്റ്റാൻഡ് ഉണ്ടല്ലോ, ഈ സ്റ്റാൻഡുകളിൽ ആ സിലിണ്ടറുകൾ സെറ്റ് ചെയ്ത് വെക്കും. അപ്പോൾ അതെന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഇതാണ് സ്റ്റാൻഡ്. കഴിഞ്ഞ ദിവസം ഇതിൽ നിന്നാണ് ആ സിലിണ്ടറുകൾ അഴിച്ച് നമ്മൾ മാറ്റി വെച്ചത്. ആ സിലിണ്ടറുകളിൽ നിന്ന് നമ്മൾ മണ്ണ് ഈ ഏരിയയിലാണ് കൂട്ടിയിട്ടത്. ഇതിൽ നിന്ന് ആദ്യം ചെയ്യുക എന്ന് വെച്ചാൽ ഇതിൽ നിന്നുള്ള വേസ്റ്റ് കാര്യങ്ങൾ മാറ്റണം, സിലിണ്ടറുകൾ കേട്ടോ. അപ്പം ആ മണ്ണിലോട്ട് എല്ലുപൊടിയും, അപ്പം ആദ്യം കണ്ടത് ചാണകപ്പൊടിയാണ്, അതിനുശേഷം ഇപ്പോൾ രണ്ടാമത് അതിന് മുകളിൽ വിതറിയത് എല്ലുപൊടിയാണ്. അപ്പം ഇത് രണ്ടും കൂടി നല്ലപോലെ അങ്ങോട്ട് മിക്സ് ചെയ്യും. അപ്പം അതിനിടയിൽ എന്തെങ്കിലും വേസ്റ്റും കാര്യങ്ങളും വന്നു കഴിഞ്ഞാൽ അതെടുത്ത് മാറ്റും. അപ്പം ഇതാണ് ആദ്യത്തെ പ്രോസസ്സ്. കാരണം ഇത് നല്ലപോലെ മിക്സായിട്ട് വേണം നമ്മൾക്ക് എന്ത് ചെയ്യാനായിട്ട്, ആ സിലിണ്ടറുകളിൽ ഫില്ല് ചെയ്യാനായിട്ട്. ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ രണ്ടാമത് ചെയ്യേണ്ട കാര്യം സിലിണ്ടർ ഒന്ന് ക്ലീൻ ചെയ്യേണ്ടത്. അതിനുള്ളിൽ എന്തെങ്കിലും വേസ്റ്റും കാര്യങ്ങളുണ്ടെങ്കിലും ഒന്ന് കളയണമല്ലോ. അപ്പം അതിന് സിലിണ്ടർ ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് നമ്മളതിൽ ആ മിക്സ് ചെയ്തിട്ടുള്ള ആ മണ്ണ് ഫില്ല് ചെയ്യണത്. വളരെ സിമ്പിളായിട്ടൊരു പ്രോസസ്സ് തന്നെയാണ്. എന്തെങ്കിലും വേസ്റ്റും കാര്യങ്ങളും വന്നു കഴിഞ്ഞാൽ അതെടുത്ത് കളയാനുണ്ട്. ഇത് ഫില്ല് ചെയ്ത ശേഷമുള്ള സിലിണ്ടറുകളാണ്. ഇനി ആ സിലിണ്ടറുകൾ നേരത്തെ കണ്ട ആ സ്റ്റാൻഡിൽ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കണം. അപ്പം അതിന് ഒരാളുടെ ഹെൽപ്പും കൂടി നമുക്ക് വേണം. അപ്പോൾ ടീച്ചേഴ്സ് നല്ല സഹായമായിരുന്നു. നമുക്കിതെല്ലാത്തിനും നമ്മുടെ കൂടെ ഹെൽപ്പിന് നിന്നിട്ടുള്ളത് രാജേഷ് എന്ന് പറഞ്ഞിട്ടൊരു പയ്യനാണ്. ആള് നേപ്പാളിക്കാരനാണ്. പിന്നെ പറയേണ്ട ഒരു കാര്യം തന്നെ, ഇതിൻ്റെ എല്ലാം, അതായത് ഈ ചെറിയൊരു സ്പേസിൽ ഇങ്ങനത്തെ ഒരു കൃഷി ചെയ്യാം എന്നതിൻ്റെ എല്ലാത്തിൻ്റെയും മാസ്റ്റർ ബ്രെയിൻ ഞങ്ങളുടെ മാനേജർ ശ്രീ MK സൈഫുദ്ദീൻ സാറാണ്. അദ്ദേഹം ആണ് ഇങ്ങനത്തെ ഒരു ഐഡിയ കൊണ്ടുവന്നത് തന്നെ. അപ്പോൾ ആൾക്കൊരു ഫാമുണ്ട്. ആ ഫാമിൽ അവിടെ വർക്ക് ചെയ്യുന്നൊരു പയ്യനാണ് ഈ രാജേഷ്. അപ്പോൾ ആള് നല്ലൊരു ഹെൽപ്പായിരുന്നു. നല്ല വെയിലായിരുന്നു. നല്ല വെയിലായിട്ട് പോലും ടീച്ചേഴ്സും അതുപോലെ തന്നെ രാജേഷും നല്ല രീതിയിൽ തന്നെ അത് ചെയ്ത് അവസാനിപ്പിച്ച്. ഇപ്പം ഞങ്ങൾ ഏകദേശം ഇപ്പോൾ ഒരു സ്റ്റാൻഡിലാണ് 24 സിലിണ്ടറുകൾ ഞങ്ങളിപ്പോൾ വെച്ചിട്ടുള്ളത്. ഇനി ഇത് വെച്ച ശേഷം ഇതിലോട്ടുള്ള വാട്ടർ കണക്ഷൻ്റെ പൈപ്പുകൾ സെറ്റ് ചെയ്യാണ്. അപ്പം അതിൻ്റെ പരിപാടിയിലാണ് രാജേഷ്. The earth's gentle sigh
തൈകളൊക്കെ വെക്കാനായിട്ട് സിലിണ്ടറുകൾ റെഡി ആയിട്ടുണ്ട്. നിങ്ങളിതിൽ കുറേ ഹോളുകൾ ശ്രദ്ധിച്ച, ഈ കാണുന്ന ഹോളുകളാണ് നമ്മൾ തൈകൾ വെച്ച് പിടിപ്പിക്കുക. അപ്പോൾ ഈ കാണുന്ന ഭാഗത്ത് നിന്ന് ഈ പൈപ്പിലൂടെ ഇതിനാവശ്യമായിട്ടുള്ള വെള്ളം വന്ന് വീഴും. അപ്പോൾ ബാക്കിയുള്ള ദിവസങ്ങളിൽ ഈ സിലിണ്ടറുകളിൽ ഞങ്ങൾ തൈകൾ വെച്ച് പിടിപ്പിക്കുന്ന വീഡിയോ കാണും.